ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ബാപ്പ പുറത്തോട്ട് പോയപ്പം വേളാവിൻ്റെ തലയും മുള്ളുമായിട്ട് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ പിന്നെ ആ ഉമ്മ വിചാരിച്ചു ഓക്കെ നമുക്കിന്നൊരു തലക്കറി ആയാലോ എന്ന്. അങ്ങനെ അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ചട്ടി എടുത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഇവിടെ ഒഴിക്കുന്നുള്ളൂ. എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളത് ഉലുവയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതാണേ. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് നമുക്കിവിടെ സവാള ചേർക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയാണ്, അതിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് അതിൻ്റെ ഒപ്പം അടുത്ത് കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ എന്ത് ചെയ്യാം, വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനെ കോരി ഇവിടെ സ്പൂണിലാണ് കോരി മാറ്റി വയ്ക്കുന്നത്. ഓക്കെ, അത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് നോക്കാം. അടുത്ത് ചൂടായിരിക്കുന്ന ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി, ഒരു അര സ്പൂൺ ഉലുവാപ്പൊടിയുടെയാണ്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അത് നല്ലതുപോലെ ഒന്ന് കിണ്ടി കൊടുക്കണം. ശേഷം നമുക്ക് ഒരു സ്പൂൺ, ഒന്നല്ല 2 സ്പൂൺ മുളക് പൊടി ഇവിടെ ഇടുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് അത് കളറിന് വേണ്ടി അതും ഇടാൻ പറ്റിയില്ല. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതെന്നിട്ട് നമുക്ക് നല്ലതുപോലെ നമുക്ക് ചട്ടിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ മസാലപ്പൊടി. അതൊന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മൾ നേരത്തെ കുറച്ച് തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, ആ പേസ്റ്റ് ഇതിലേക്ക് ഇടണം. ഒരു തക്കാളി എടുത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ടെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റി എണ്ണയിൽ വഴറ്റിയ അത് ചൂടാറിയിട്ടുണ്ട്. അതിനെ ഇനി ഒരു ജാറിലേക്ക് തട്ടി അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ആ പേസ്റ്റ് നമ്മൾ ഈ കറിയിലോട്ട് ഒഴിക്കുന്നുണ്ട്, ഈ അരപ്പിലോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കളർ ഇതിൽ കാണുന്നില്ല, നല്ല കളറുണ്ട് ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടില്ലെങ്കിൽ പോലും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമുക്ക് അത് അടുത്ത് അവിടെ ഇരുന്ന് ചൂടാകുമ്പോഴത്തേക്കും അടുത്ത് നമുക്ക് നമ്മളെ മീൻ കറിയിലോട്ട് ഇടാനുള്ള പരിപാടി തുടങ്ങാം. നമ്മൾ വേളാവിൻ്റെ തലയാണ് അത് ഇവിടെ ഇടുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു. അതിനി നമുക്ക് കുറച്ച് നേരം അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അതും തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. ഇനി അതിന് നല്ലതുപോലെ വെട്ടി തിളയ്ക്കാനുള്ള ഒരു സാവകാശം നമ്മൾ അതിന് കൊടുക്കണം. നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൂടി വെച്ച് തിളപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളിവിടെ കറിവേപ്പില ആവശ്യത്തിന് എടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് പൊരിച്ച മീനോ തോരനോ ഒരു ആവശ്യമില്ല. നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് ഇരുന്ന് നമ്മൾ കഴിച്ചു തീർക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ.